ഹായ്, ഇന്ന് ക്രിസ്മസ് ഡേ ആണ്. അപ്പം ഞങ്ങൾ ന്യൂയോർക്ക് സിറ്റിയിലെ ലൈറ്റ്സ് ഒക്കെ കാണാൻ വേണ്ടി അന്ന് ഉച്ച കഴിഞ്ഞ് ഇറങ്ങി തിരിച്ചതാണ്. പോയ വഴിക്ക് ട്രാഫിക് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ആദ്യം ന്യൂയോർക്ക് സിറ്റിയിലേക്ക് കയറിയപ്പോഴും അധികം ട്രാഫിക് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഫിഫ്ത്ത് അവന്യൂവിലേക്ക് എത്തിയതോടെ കഥ മാറി. അവിടെ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു പാർക്കിംഗ് ഒക്കെ കിട്ടി. അപ്പം ആ കാണുന്ന സ്ട്രക്ചർ നമ്മുടെ ലൂയി വുട്ടൺ സ്റ്റോറിനെ കുറിച്ച് ഞാനൊരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ന്യൂയോർക്ക് സിറ്റിയിലെ പ്രധാന ബിസിനസ് ഡിസ്ട്രിക്റ്റുകളിലൊന്നാണ് ഈ ഫിഫ്ത്ത് അവന്യൂ. ഈ ഫിഫ്ത്ത് അവന്യൂ മുഴുവൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ലാൻഡ്മാർക്ക് ബിൽഡിങ്സുകളും അതോടൊപ്പം തന്നെ ലക്ഷറി ഷോപ്പിങ്ങും കാണാം. അതുകൊണ്ട് തന്നെ എക്കണോമിയും കൾച്ചറും ഒരുപോലെ മിങ്കിൾ ചെയ്താണ് ഫിഫ്ത്ത് അവന്യൂ പോയിരിക്കുന്നത്. ഫിഫ്ത്ത് അവന്യൂവിലെ ഒരു പ്രധാന അട്രാക്ഷൻ കണ്ടോ, ഇപ്പം ട്രംപ് ടവർ. ആ കാണുന്നതാണ് ട്രംപ് ടവർ. ട്രംപ് ടവറിൻ്റെ അടുത്ത് തന്നെയാണ് ഓൾമോസ്റ്റ് ഹൈ എൻഡ് ആയിട്ടുള്ള എല്ലാ ലക്ഷറി കടകളും കാണാൻ പറ്റും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലാൻഡ്മാർക്ക് ബിൽഡിങ്സുകളെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പോൾ ഈ ഫിഫ്ത്ത് അവന്യൂ തന്നെയാണ് എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്, ന്യൂയോർക്ക് പബ്ലിക് ലൈബ്രറി, റോക്കഫെല്ലർ സെൻറ്റർ, സെൻറ്റ് പാട്രിക് കത്തീഡ്രൽ, ഇതൊക്കെ കാണുന്നത്. നമ്മളിപ്പോൾ ഇന്ന് ഈ ഫിഫ്ത്ത് അവന്യൂ കൂടെ നടന്നു പോയി ഈ റോക്കഫെല്ലർ സെൻറ്ററും പിന്നെ അവിടുന്ന് നമ്മൾ പോയി ബ്രയൻ പാർക്കും പിന്നെ നമ്മൾ അവിടുന്ന് ടൈം സ്ക്വയറുമാണ് കാണാൻ പോകുന്നത്. സോ ബേസിക്കലി ഞാൻ ഇതിൻ്റെ അകത്ത് ടൈം സ്ക്വയർ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം വീഡിയോ ഒരുപാട് വലുതാവുകയുണ്ട്. ടൈം സ്ക്വയർ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഉൾപ്പെടുത്താം. അപ്പം നോക്കിക്കേ, ഇന്ന് തിരക്ക് കുറഞ്ഞൊരു ദിവസമായിരുന്നെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പം തിരക്ക് കുറഞ്ഞൊരു ദിവസമായിട്ട് തന്നെ ന്യൂയോർക്ക് സിറ്റിയിലെ തിരക്ക് കണ്ടോ. അപ്പം തിരക്കുള്ള ദിവസങ്ങളിൽ എന്തായിരിക്കും അവസ്ഥയെന്ന് ഓർത്ത് നോക്കി. അപ്പം ഇവിടെ നമുക്ക് ന്യൂയോർക്കേഴ്സ് മാത്രമൊന്നുമല്ല കേട്ടോ, ഇവിടെ ടൂറിസ്റ്റുകളെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. മുന്നിൽ കൊടിയും പിടിച്ച് ഒരാൾക്കാർ പോകുന്നുണ്ടായിരിക്കും. അവരുടെ പുറകെ വരുന്നത് മുഴുവൻ ടൂറിസ്റ്റുകളായിരിക്കും. ഇന്ന് പറഞ്ഞാൽ തണുപ്പ്, അത്യാവശ്യം തണുപ്പുള്ള ഒരു ദിവസമാണ് കേട്ടോ. എന്നിട്ട് തന്നെ ഇത്രയും തിരക്കുണ്ട്. ഇനി പ്രധാന സ്ഥലങ്ങളൊക്കെ വരുമ്പോൾ മാത്രമേ ഞാൻ ഇനി സംസാരിക്കുന്നുള്ളൂ കേട്ടോ. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഒരുമിച്ച് നടന്നു പോയി കാണാം. അപ്പം ഒരു വാക്ക് ത്രൂ നമ്മൾ ന്യൂയോർക്ക് സിറ്റിയിലൂടെ നടത്തുകയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് കാണാം. ഇവിടെ സ്ട്രീറ്റ് വെൻഡേഴ്സൊക്കെ ധാരാളം ഉണ്ട്. അപ്പം സ്ട്രീറ്റ് വെൻഡേഴ്സൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബാഗുകൾ, സ്കാർഫുകൾ, പിന്നെ ഇവിടുത്തെ പ്രെറ്റ്സൽസ്, നട്ട്സ്, ഇതൊക്കെയാണ് സ്ട്രീറ്റിൽ. പിന്നെ ഹലാൽ ഫുഡുകളും കാണും, അതൊക്കെ വിൽക്കുന്നവരെ കാണാം. അങ്ങനെ നമുക്ക് കണ്ടങ്ങ് പോകാം. ഓക്കെ, ഇപ്പോൾ റിക്ഷക്കാരെയൊക്കെ കണ്ടല്ലോ, ഇവിടെയൊക്കെ ഉടുത്തൊരുങ്ങി വന്നിട്ടുണ്ട് ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട്. അപ്പം നമുക്ക് എല്ലാം പതിയെ കണ്ട് നടക്കാം.
ഈ കാണുന്നതാണ് സെൻറ്റ് പാട്രിക്സ് കത്തീഡ്രൽ. ഈ കത്തീഡ്രലിനെ പറ്റി ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്കും വേണേൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഇതിനകത്ത് കയറാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ, ഭയങ്കര ലോങ് ക്യൂ ആയിരുന്നു ഇതിലേക്ക് കയറാൻ വേണ്ടി. അത് പള്ളി കയറണമെന്നോർത്ത് പോയതാണ്, പക്ഷേ നടന്നില്ല. അപ്പം പിന്നെ ഈ കത്തീഡ്രലിൻ്റെ അടുത്ത് തന്നെയാണ് ഈ റോക്കഫെല്ലർ സെൻറ്ററും റോക്കഫെല്ലർ ട്രീയും ഒക്കെ. അപ്പം നമുക്ക് ഇനി അതിലേക്ക് പോകാം. ഈ കാണുന്നതാണ് റോക്കഫെല്ലർ സെൻറ്റർ. റോക്കഫെല്ലർ സെൻറ്ററിൻ്റെ ഫ്രണ്ടിൽ ഒരു സ്റ്റാച്യു കണ്ടില്ലേ, ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു ഗ്ലോബ് പോലെ സാധനം എടുത്തുകൊണ്ട് നിൽക്കുന്നത്. അതെന്ന് പറയുന്നത് അറ്റ്ലസ് എന്ന് പറയുന്ന ഒരു ടൈറ്റാനാണ്, ഗ്രീക്ക് മെത്തോളജിയിലുള്ള ഒരാളാണ്. അദ്ദേഹം എടുത്തുകൊണ്ട് നിൽക്കുന്നത് ഹെവൻ എടുത്തുകൊണ്ട് നിൽക്കുന്നതെന്നാണ് കാണിക്കുന്നത്. ആ സോഡിയാക് റിംഗ് ആണത്. അതിൻ്റെ ചുറ്റുമുള്ള ഒരു ക്രോസ് ഷേപ്പിൽ കൊടുത്തേക്കുന്ന റിംഗ് കണ്ടോ, അതിനെയാണ് അതിൻ്റെ വെയിറ്റിനെയാണ് സൂചിപ്പിച്ചേക്കുന്നത്. പുള്ളിക്കാരനൊരു പണിഷ്മെൻറ്റ് കിട്ടിയതായിരുന്നു, ഈ ഹെവൻ ഇങ്ങനെ തോളിൽ എടുത്തുകൊണ്ട് നിൽക്കണമെന്നുള്ള ഒരു പണിഷ്മെൻ്റായിരുന്നു. അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് നമ്മുടെ റോക്കഫെല്ലർ സെൻറ്ററിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ കാണുന്നതാണ് കത്തീഡ്രൽ സെൻറ്റ് പാട്രിക്സ്. ഭയങ്കര ബ്യൂട്ടിഫുൾ കത്തീഡ്രലാണ് കേട്ടോ. അതിൻ്റെ അകത്തൊന്ന് പോയി ന്യൂയോർക്ക് സിറ്റി വരുന്നവർ ഡെഫിനറ്റായിട്ട് കാണുന്ന ഒരു സാധനമാണ് കത്തീഡ്രൽ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അകത്തേക്ക് പോകുന്നതൊക്കെ നമ്മൾ ബാഗൊക്കെ ചെക്ക് ചെയ്ത് അവരകത്തേക്ക് പോലും വിടുകയുള്ളൂ. പ്രത്യേകിച്ച് ഈ സീസണിൽ വന്നു കഴിഞ്ഞാൽ കയറാൻ തന്നെ പ്രയാസമാണ്. അല്ലാത്തപ്പോൾ എപ്പോഴും കത്തീഡ്രൽ ഓപ്പൺ, നമ്മൾക്ക് കുർബാനയൊക്കെ പോയി കൂടാൻ പറ്റുന്നതാണ് അവിടെ. ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ബ്ലോക്കാണ് റോക്കഫെല്ലർ ട്രീ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് തൊട്ടേ ഇങ്ങനെ റോഡെല്ലാം ക്ലോസ് ചെയ്തേക്കാണ്, ട്രാഫിക്കൊന്നുമില്ല, ആൾക്കാർക്കൊക്കെ നടന്നു പോകാം. ഇതിലേക്കൂടെ പോയി കഴിഞ്ഞാൽ ട്രീയുടെ പുറകുവശത്തേക്ക് പോകാം നമുക്ക്. ഇനി അടുത്ത ബ്ലോക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ട്രീയുടെ ഫ്രണ്ടിലേക്ക് ഡയറക്റ്റ് ചെല്ലാം. നമ്മൾ ട്രീയുടെ ഫ്രണ്ടിലേക്ക് ആദ്യം നമുക്ക് പോകാം. അപ്പോൾ അടുത്ത ബ്ലോക്കിൽ ചെന്ന് നമുക്ക് ട്രീ കാണാം. ഞാനീ ബ്ലോക്ക് എന്നൊക്കെ പറയുന്നത് എന്താണോ, ഈ ന്യൂയോർക്ക് സിറ്റിയുടെ കൺസ്ട്രക്ഷൻ അങ്ങനെയാണ് കേട്ടോ. സ്ക്വയറായിട്ട് ഓരോ റെക്റ്റാങ്കിളായിട്ട് ചെറിയ ചെറിയ ബ്ലോക്കുകളായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെയും കുറുകയും ഉണ്ട്, അപ്പം സ്ട്രീറ്റും ഉണ്ട്, കുറുകെയുള്ള അവന്യൂ ഉണ്ട്. അപ്പം അങ്ങനെയാണ് ഇത് ചെയ്തേക്കുന്നത്. നെടുനീളത്തി അവന്യൂകളും പോവും, എന്നിട്ട് കട്ട് ചെയ്ത് സ്ട്രീറ്റുകളും പോവും. എല്ലാം നമുക്ക് വട്ടത്തിൽ തിരിഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് ചെല്ലാം, ആ രീതിയിലാണ്. പിന്നെ പലതും കാറിൽ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതും വൺ വേ ആണ്. ചിലപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് ചെല്ലണമെങ്കിൽ കുറേ കറങ്ങി വേണം ചെല്ലാൻ. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ കാറ് പാർക്ക് ചെയ്തിട്ട് ഇതുപോലെ നടക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഉണ്ടോ, തണുപ്പായതുകൊണ്ട് ചൂടൊക്കെ വിറ്റേക്കുന്നുണ്ട്, ചൂടോടെ. അങ്ങേയറ്റത്തേക്ക് നോക്കി, അവിടെ ബ്യൂട്ടിഫുള്ളായിട്ട് ലൈറ്റ് ചെയ്ത് തലയെടുപ്പോടെ നിൽക്കുന്നതാണ് നമ്മുടെ റോക്കഫെല്ലർ ട്രീ. ആദ്യത്തെ ക്രിസ്മസ് ട്രീ ഇവിടെ വന്നത് 1931 അത് ഡിപ്രഷൻ എറയുടെ സമയത്ത് കുറച്ച് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് റോക്കഫെല്ലർ സെൻറ്ററിൽ ഒരു ട്രീ ഉണ്ടാക്കി. അതിങ്ങനെ പേപ്പർ ഗാർലൻഡും ക്രാൻബെറിയും ടിൻ ക്യാനും ഒക്കെ വെച്ചായിരുന്നു ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് വരുന്നത്. പിന്നീട് എല്ലാ വർഷവും അവിടെ ട്രീകൾ വന്നു തുടങ്ങി. ഇപ്പം വരുന്ന ട്രീ എന്ന് പറയുന്നത് സ്പ്രൂസ് ട്രീസ് ആണ്. അത് 69 തൊട്ട് 100 ഫീറ്റ് വരെ വലുപ്പമുള്ള ട്രീകൾ പല സ്ഥലത്തു നിന്നാണ് അത് കൊണ്ടുവരുന്നത്. ചിലപ്പം വേറെ സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ ട്രീ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ട്രീ കൊണ്ടുവരുന്നതും പിന്നീട് ഇത് വെച്ച് ഇതിൻ്റെ ലൈറ്റിങ്, ഇതൊക്കെ ഓരോരോ സെലിബ്രേഷനാണ്. താങ്ക്സ് ഗിവിങ് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് വെൻസ്ഡേ ആണ് ഇതിൻ്റെ ലൈറ്റിംഗ് നടക്കുന്നത്. ലൈറ്റിൻ്റെ ഒക്കെ ലൈവ് ബ്രോഡ്കാസ്റ്റിംഗ് ടി വിയിലൊക്കെ കാണാൻ പറ്റും. അത് കാണാനും ഒരുപാട് പേര് ഡയറക്റ്റ് പോകുന്നവരും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം സിറ്റിയുടെ മേയറും പിന്നെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും അതിൻ്റെ ലൈറ്റിംഗ് ഒക്കെ നടത്തുന്നത്. പിന്നെ സിറ്റിയുടെ എസ്റ്റിമേഷൻ അനുസരിച്ച് 125 മില്യൺ ആൾക്കാർ ഓരോ വർഷവും ഈ ട്രീ വിസിറ്റ് ചെയ്യാൻ ഇവിടെ വരുന്നുണ്ടെന്നാണ്. മന്ത് ഓഫ് ഡിസംബർ എന്ന് പറയുന്നത് ന്യൂയോർക്ക് സിറ്റിയെ സംബന്ധിച്ച് ടൂറിസ്റ്റുകളുടെ ഒഴുക്ക് ഉള്ളൊരു മാസമാണെന്ന് പറയാം. ഫ്രം ഓൾ ഓവർ ദ വേൾഡ് ടൂറിസ്റ്റുകൾ ഈ സമയത്ത് ന്യൂയോർക്ക് സിറ്റി വരുന്നതാണ് ഈ ലൈറ്റുകൾ കാണാനും ഇവിടുത്തെ ക്രിസ്മസ് ആഘോഷിക്കാനും ഒക്കെ ആയിട്ട്. അപ്പം സിറ്റിക്കൊരു നല്ല റവന്യൂ ആണ്. അതുകൊണ്ട് തന്നെയായിരിക്കും ഈ ഡെക്കറേഷൻസൊക്കെ ഇങ്ങനെ കാലാകാലങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത്. പക്ഷേ ന്യൂയോർക്കിൽ ജീവിക്കുന്നവർക്ക് പലർക്കും ഈ ട്രീയുടെ സിഗ്നിഫിക്കൻസും കാര്യങ്ങളും ഒന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. ഇവിടെ തണുപ്പ് വരുമ്പോൾ കഴിവതും ആൾക്കാർ ഇവിടുന്ന് ഡിസംബറിലെ വെക്കേഷന് ഫ്ലോറിഡയ്ക്കോ അല്ലെങ്കിൽ സൗത്ത് അമേരിക്കയ്ക്കൊക്കെ പോവുക ചെയ്യുന്നത്. ഡിസംബർ
ആദ്യം മുതൽ ഒരു മിഡ് ജാനുവരി വരെ ഈ ട്രീ ഇവിടെ കാണും, ലൈറ്റ് ചെയ്ത് എല്ലാവർക്കും. പിന്നെ നമ്മളീ പോകുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, ഫ്രീ ആണ് കേട്ടോ. എൻട്രി ഫീയോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. പബ്ലിക്കിനൊക്കെ കംപ്ലീറ്റ്ലി ഫ്രീ ആണിത്. ഇവിടുത്തെ തിരക്ക് കണ്ടില്ലേ, തിരക്കാണ് നമ്മൾ ഫ്രണ്ടിൽ ചെന്നിട്ട് ഈ ട്രീ ഒന്ന് കാണാൻ വേണ്ടി. അപ്പം ട്രീയുടെ തൊട്ട് താഴെ കണ്ട ഒരു ബ്രോൺസ് സ്റ്റാച്യു, അതും മറ്റൊരു ഗ്രീക്ക് ഒരു ടൈറ്റനാണ്. അയാളുടെ പേര് പ്രോമെത്തസ് എന്നാണ്. പുള്ളിക്കാരനെ ശിക്ഷിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഫയർ എടുത്ത് ഗോഡുകളിൽ നിന്ന് മനുഷ്യന് കൊടുത്തെന്ന്. അപ്പം പുള്ളിക്കാരന് എന്തായിരുന്നു, സിവിലൈസേഷൻ, പ്രോഗ്രഷൻ, അതിനോടൊക്കെയാണ് പുള്ളിക്കാരൻ ആഗ്രഹിച്ചത്. ഈ സ്റ്റാച്യൂവിൽ കാണിക്കുന്ന അതാണ്, ഫയർ ഹ്യൂമാനിറ്റിക്ക് കൊടുക്കുന്നതായിട്ട്. പുള്ളിക്കാരനും ശിക്ഷ കൊടുത്തു. പുള്ളിക്കാരൻ്റെ ചുറ്റും ഒരു റിങ് കണ്ടു, അതൊരു സോഡിയാക് റിങ്ങാണ്. അതും പുള്ളി എക്കാലവും അത് വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതും റെപ്രസെൻ്റ് ചെയ്തേക്കുന്ന ഹെവൻസ് ആണ്. റോക്കഫെല്ലർ സെൻറ്ററിലും ട്രീയുടെ അടിയിലൊക്കെ ഈ ഗ്രീക്ക് ഗോഡിനെ റെപ്രസെൻ്റ് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ജോൺ ഡി റോക്കഫെല്ലർ എന്ന് പറയുന്ന ഇതിൻ്റെ സ്ഥാപകൻ, അദ്ദേഹം ഈ ഇൻഡസ്ട്രിയിലെ ഒരു ടൈറ്റനായിരുന്നു. ഇപ്പോഴും പുള്ളിക്കാരനെ കൺസിഡർ ചെയ്യുന്ന വൺ ഓഫ് ദ വെൽത്തിയസ്റ്റ് അമേരിക്കൻസ് ഓഫ് ഓൾ ടൈം ആയിട്ടാണ്. പിന്നെ അതിൻ്റെ താഴെ ഒരു സ്കേറ്റിംഗ് റിങ് കണ്ടില്ലേ, അതിൽ പോകണമെങ്കിലും എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് ബുക്ക് ചെയ്യണമെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് സ്കേറ്റിംഗ് അറിയാത്തതുകൊണ്ട് നമ്മൾ ഈ വക പരീക്ഷണങ്ങൾക്കൊന്നും പോകാറില്ല. 2 വർഷം മുമ്പ് ഞങ്ങളിങ്ങനെ ഒരിക്കൽ പോയപ്പം ഞാൻ കണ്ട അതിൻ്റെ അകത്ത് സ്കേറ്റ് ചെയ്ത് വന്ന വഴി ഒരാൾ പ്രപ്പോസ് ചെയ്യുന്നത് കണ്ടു. അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്ത് പോകാം കേട്ടോ. കഴിഞ്ഞ വർഷം വരെ ഈ റോക്കഫെല്ലർ ട്രീയുടെ ഓപ്പോസിറ്റായിട്ട് ഒരു സ്റ്റോറുണ്ട്, സാക്സിൻ്റെ ഒരു സ്റ്റോറുണ്ട്. അവരുടെ ഫ്രണ്ടിലായിട്ട് അവരിങ്ങനെ ലൈറ്റൊക്കെ പിടിപ്പിച്ചിട്ട് മ്യൂസിക്കിനനുസരിച്ച് ലൈറ്റിൻ്റെ മൂവ്മെൻറ്റൊക്കെ കാണിക്കായിരുന്നു. നല്ലൊരു പരിപാടിയായിരുന്നു. അപ്പം വൈകുന്നേരം 7 മണി തൊട്ട് രാത്രി 9 മണി വരെ ആണ്ട് ഇതിങ്ങനെ എല്ലാ 5 മിനിറ്റ്സ് കൂടുമ്പോൾ റിപ്പീറ്റായിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ഈ വർഷം അത് അവർ ഓഫ് ചെയ്തു, പരിപാടി നിർത്തി. അവരുടെ സ്ട്രക്ചറൽ അല്ല ആർക്കിടെക്ചറൽ ബ്യൂട്ടിയൊക്കെ ആൾക്കാർ ആസ്വദിക്കട്ടെ എന്നും പറഞ്ഞ് അവർ ലൈറ്റ് മാത്രമാക്കി മ്യൂസിക്കും ഡാൻസും ഒക്കെ ഇങ്ങ് നിർത്തി. അതുകൊണ്ട് അത് കാണാൻ പറ്റിയില്ല. അത് നല്ല പരിപാടിയായിരുന്നു. ഇന്ന് ക്രിസ്മസ് ഡേ ആയതുകൊണ്ട് തന്നെ ഭൂരിഭാഗം സ്റ്റോറുകളും ക്ലോസ്ഡ് ആയിരുന്നു. ചെറിയ ഭക്ഷണത്തിൻ്റെ ചെറിയ കടകൾ, പിന്നെ 1-2 ഇങ്ങനെ കോമൺ കടകൾ. ഡ്രസ്സിൻ്റെ ഒന്നും കടയില്ലായിരുന്നു കേട്ടോ, ഷൂസും ഡ്രസ്സും ഒന്നും ഓപ്പൺ അല്ലായിരുന്നു. അല്ലാണ്ടുള്ള കടകളൊക്കെ ഇല്ലേ, ഇപ്പം ഗിഫ്റ്റ് കടകൾ, അങ്ങനത്തെ ചെറിയ കടകൾ. പിന്നെ സ്ട്രീറ്റ് വെൻഡേഴ്സ് ആയിരുന്നു കൂടുതൽ. അതുകൊണ്ടാണ് ഇത്രയധികം സ്ട്രീറ്റ് വെൻഡേഴ്സ്. കടകളുടെയൊക്കെ ഫ്രണ്ടിൽ തന്നെ സ്ട്രീറ്റ് വെൻഡേഴ്സ് ഇരിക്കുന്നത് കണ്ടോ. കടയൊക്കെ ക്ലോസ്ഡ് ആണ്. പിന്നെ നമ്മൾ മെക്ഡൊണാൾഡ്സും ബർഗർ കിങ് പോലും എല്ലാം ഒന്നും ഓപ്പൺഡ് അല്ല, 1-2 ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത്രയും വെച്ചാൽ കടകളിലൊന്നും ആൾക്കാർ പോകാനുള്ളവരല്ല ഈ വന്നേക്കുന്നവർ മുഴുവൻ. ജസ്റ്റ് ഈ ലൈറ്റൊക്കെ കാണാൻ വേണ്ടി മാത്രം വന്നേക്കുന്ന ആൾക്കാരാണ് ഈ സിറ്റിയിലുള്ളതെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായല്ലോ അല്ലേ?
നമ്മൾ നടന്നു പോകുന്ന വഴി മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങിൻ്റെ മുകൾ വശം കാണാൻ പറ്റും. അതും ക്രിസ്മസിൻ്റെ ലൈറ്റിങ്ങിലാണ്. ഇവിടെ ഓരോ സെലിബ്രേഷൻ അനുസരിച്ച് അവരുടെ ലൈറ്റിംഗ് മാറ്റും. അപ്പം നടന്ന് ഞങ്ങൾ ബ്രയാൻ പാർക്കിലെത്തി. ഇനി ബ്രയാൻ പാർക്കിൻ്റെ ഫ്രണ്ടിൽ കണ്ടോ കിടക്കുന്ന ബസ്സുകൾ കണ്ടോ? ഇത് ടൂറിസ്റ്റുകളെയും കൊണ്ട് പല സ്ഥലത്തേക്ക് പോകുന്ന ബസ്സുകളാണ് കേട്ടോ. എല്ലാ വിൻ്ററിലും ഇനി ബ്രയാൻ പാർക്കിൻ്റെ ഉള്ളിൽ ഒരു വലിയ ഐസ് സ്കേറ്റിംഗ് റിങ്ക് ഉണ്ടാക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഫുഡൊക്കെ ഉള്ള സ്റ്റോളുകൾ ഒരുപാടെണ്ണം, പിന്നെ ഷോപ്പിങ്ങിനുള്ള സ്റ്റോളുകൾ, ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതൊരു ക്രിസ്മസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസിന് വേണ്ടിയുള്ളൊരു സ്ഥലമാണ്. ഈ ഐസ് സ്കേറ്റിംഗ് റിങ്ങിൻ്റെ അകത്ത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. പക്ഷേ ഇതും അതെ, പ്രയർ റിസർവേഷൻ വേണം. എനിക്കൊന്ന് അല്ലാതെയും കയറായിരിക്കും, പക്ഷേ മേ ബി യു ഹാവ് ടു വെയിറ്റ് അവേഴ്സ്. അറിയത്തില്ല അതിനെക്കുറിച്ച് എനിക്ക് കേട്ടോ. അപ്പം പക്ഷേ ഇതിൻ്റെ അകത്ത് കുറേ ഫുഡുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കുറേ ആൾക്കാർ പല രാജ്യങ്ങളിൽ നിന്നുള്ള ഭക്ഷണമൊക്കെ ഇവിടെ കിട്ടും. പിന്നെ നല്ല തണുപ്പത്ത് ചൂടുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് ഐസ് സ്കേറ്റിങ്ങും ഒക്കെ കണ്ടിരിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ബ്രയാൻ പാർക്ക് ചൂസ് ചെയ്യാം. റിങ്കിനകത്ത് കയറ്റി വിടുന്നത് അവിടെ റൈറ്റ് സൈഡിലൊരു സെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ അവിടെ വന്ന ആൾക്കാരെല്ലാം വെയിറ്റ് ചെയ്ത് നിന്നിട്ട് അങ്ങനെയാണ് കയറ്റി അകത്തേക്ക് വിടുന്നത്. അപ്പം അകത്തേക്ക് വിടുമ്പോൾ ഒരു ഫിക്സഡ് ടൈമുണ്ട്. ആ ടൈമിൽ ഇതിൻ്റെ അകത്ത് അത്രയും പേര് ഒരേ ഡയറക്ഷനിലേ സ്കേറ്റ് ചെയ്യാൻ പാടുള്ളൂ. എന്നിട്ട് അതിൻ്റെ അടുത്ത് ഹെൽപ്പേഴ്സും ഉണ്ട് ഇടയ്ക്കിടയ്ക്ക്. പിന്നെ പിള്ളേർക്ക് വേണ്ടി ആക്സസറീസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്രൂപ്പ് സ്കേറ്റ് ചെയ്ത് ഇറങ്ങിക്കഴിയുമ്പം അവരിങ്ങനെ കുറേ നേരം ഇത് ക്ലോസ് ചെയ്തിട്ട് ആ മെഷീൻ വന്നിട്ട് ഈ ഐസെല്ലാം വീണ്ടും ഒന്നുകൂടെ ശരിയാക്കിയിടും. ഞങ്ങൾ ചെന്നപ്പം ആദ്യം ആരും ചെയ്യുന്നില്ലായിരുന്നു. ആ സമയത്ത് ക്ലീനിങ് ചെയ്തുകൊണ്ടിരുന്ന സമയമായിരുന്നു. പിന്നീട് അത് ഓപ്പൺ ആക്കി ആൾക്കാരെ കയറ്റി തുടങ്ങി. ആൾക്കാരെ കയറ്റി അവർ കുറച്ച് നേരം സ്കേറ്റ് ചെയ്യുന്നൊക്കെ ഞങ്ങൾ കണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പോകുന്നു. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുമ്പോൾ നമ്മൾ പോകുന്നത്
ഈ നമ്മൾ വന്ന റോക്കഫെല്ലർ ട്രീ കണ്ടതിൻ്റെ പുറകുവശത്തൂടെയാണ് നമ്മൾ, അതായത് ബാക്ക് സൈഡിൽ നിന്ന് റോക്കഫെല്ലർ ട്രീ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇനി റോക്കഫെല്ലർ ട്രീയെക്കുറിച്ചും അതിൻ്റെ ലൈറ്റ്സിനെ കുറിച്ചും അതൊക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ ഇതിൻ്റെ അകത്ത് പറയാറുന്നത്. ഇനി ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് കാണാൻ വേണ്ടി ആ ലിങ്ക് ഞാനിവിടെ കൊടുത്തിരിക്കാം. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്പെഷ്യലായിട്ട് ന്യൂയോർക്ക് സിറ്റിയിലെയോ പരിസര പ്രദേശത്തിലെ ഏതെങ്കിലും ഒരു സ്ഥലം കാണണം, അതിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡായിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. ഞാൻ തീർച്ചയായിട്ടും അവിടെ കണ്ട് അതിൻ്റെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ സജഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇത്രയും വലിയ പെഡസ്ട്രിയൻ വാക്കുകൾ ഉണ്ടെങ്കിൽ പോലും റോഡിലൂടെ ആൾക്കാർ ഇറങ്ങി നടക്കുന്ന കണ്ടില്ലേ? കാരണം എന്ന് പറഞ്ഞാൽ അതുപോലെ തിരക്കാണ് ഈ പെഡസ്ട്രിയൻ റൂട്ടിൽ. അപ്പോൾ നമുക്ക് നടക്കാനും ഒക്കെ ചിലപ്പം ബുദ്ധിമുട്ടാണ്, ഇടിച്ച് തള്ളിയൊക്കെയാണ് പോകേണ്ടത്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ റോഡിലൂടെ ഇറങ്ങി നടക്കുന്നത്. പിന്നെ ചില സ്ട്രീറ്റുകളൊക്കെ ഇതുപോലെ ക്ലോസ്ഡ് ആയിട്ടുള്ളത് കൊണ്ട് കേട്ടോ, അവിടെ നമുക്ക് സുഖമായിട്ട് നടന്നു പോകാം. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ ഓർക്കുക. അപ്പം വീണ്ടും ഒരു വീഡിയോ കാണുന്നിടം വരേക്കും ബൈ.